Say
One shall go, but I know
prayer of the most fervent Holy Father. We believe in one true God, The Father Almighty, maker of heaven and earth, and of all things visible and invisible, and one Lord Jesus Christ, the only begotten Son of God, begotten of the Father before all worlds, light of light, very God of very God, begotten not made, being of the same substance with the Father, and by whom all things are made, who first man for our salvation, came down from heaven. And was incarnate of the Virgin Mary, Mother of God, by the Holy Spirit became man, and was crucified for us days Pontius Pilate, and suffered and died and was buried, and third day rose again going to his will, and ascended into heaven, and sat on the right hand of his Father, and shall come again in his great glory, to judge both the quick and the dead, whose kingdom shall have no end, and one loving Holy Spirit, the life-giving Lord of all, proceeds from the Father, and who with the Father and Son is risen and glorified, is broke by the prophets and the apostles, and one Holy Catholic Apostolic Church, we welcome the baptism for remission of sins, and next of the resurrection of the dead, and the life and the world to come. Let us again bow our hands before the merciful Lord. ഞങ്ങളെ ദൈവമായ
ആരാധനെ അനുഗ്രഹപൂർണമായി നിന്റെ വലതുകൈ ആവസിപ്പിച്ച് ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധമായിരിക്കും ഇപ്പോഴല്ല ഇപ്പോഴേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ രക്താർപ്പുതമല്ലാത്ത ഈ ആത്മീയ ബലി നിനക്ക് സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ കൽപ്പന ലംഘനങ്ങളെ നീ നീക്കുമായിച്ചു കളയണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധമായിരിക്കും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ഹോശോ സഹോദരങ്ങളെ നാം എല്ലാവരും പകയോടും ഭയത്തോടും മണത്തോടും വെടിപ്പോടും ശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവത്തോടും അതുകൊണ്ട് ഈ വന്യപിതാവിന്റെ കീഴാൽ നമ്മുടെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധമായ കൃപാവനിയിൽ സൂക്ഷിക്കണം. എന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ചെയ്യാനുള്ള വലിയ സകലത്തിന്റെയും ഉടയവരായ ദൈവത്തിന് നിരത്തിലും സമാധാനത്തിലും മറക്കുന്നു. ഈ സമാധാനം പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധമായ സംബന്ധവും ആവാസവും നമ്മുടെ വാത്സല്യഭാചനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത് ഭാഗത്ത് മഷിയാതെ വരാനിരിക്കുന്ന ആ സ്വർഗീയ മൗനതകളിൽ ആയിരിക്കണം. ഭയഭക്തിയോടുകൂടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. മലാഖമാർ, ഈശമാലാഖമാർ, ക്രോബന്മാർ, സ്ലോബന്മാർ, മൗതുബന്മാർ, മൊറവോസന്മാർ തുടങ്ങിയ അദൃശ്യസങ്കരമായ സകല സ്വർഗീയ ഗണങ്ങളും കൂട്ടങ്ങളും സേനകളും അടങ്ങാത്ത വായുകളോടും അവർണ്ണനീയമായ ശുദ്ധങ്ങളോടും കൂടെ നിന്നുകൊണ്ട് വിജയസ്തുതിയായിട്ട് ഹസിച്ചുകൊണ്ട് ആരും മഹത്വപ്പെടുത്തുന്നവോ ആയവനെ നമുക്കും മഹത്വപ്പെടുത്താം. മസാക്കീൻ കോയേൻ വോറീന. സ്നേഹപൂർവ്വം ഞങ്ങൾക്ക് വേണ്ടി ശരീരം ധരിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മനസ്സോടെ സ്വയം താഴ്ത്തുകയും ശരീരത്തിൽ കഷ്ടതനുഭവിക്കുകയും ചെയ്തപ്പോൾ ലോകോദ്ധാരണത്തിന് രക്ഷകമായി താൻ ഏൽപ്പിക്കപ്പെടുവാനിരുന്ന രാത്രിയിൽ കളങ്കരഹിതവും നിർമ്മലവുമായ തന്റെ തൃക്കൈകളിൽ അപ്പമെടുത്തു. പിതാവാം ദൈവമേ, നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്ത ശേഷം അതിനെ താൻ വാഴ്ത്തി ശുദ്ധീകരിച്ചു. വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ടവരോട്
ചെയ്തു നിങ്ങളിത് വാങ്ങി ഭക്ഷിപ്പിൻ. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു ഇത്. അപ്രകാരം തന്നെ വീഞ്ഞവെള്ളം കലർത്തിയുണ്ടാക്കിയതായ പാനപാത്രവും എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ചു. പരിശുദ്ധ സ്ലേഹന്മാർക്ക് നൽകിയിട്ടുള്ളവരോട് അരുളി ചെയ്തു, ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ പുതിയ നിയമ രക്തമാകുന്നു ഇത്. ഞാൻ വരുന്നതുവരെ എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും നിങ്ങൾ സ്മരിച്ചുകൊള്ളുവീനെന്ന് അവരോട് താൻ മുൻകൂട്ടി കൽപ്പിച്ച് ഫലമേൽപ്പിക്കുകയും ചെയ്തു. അതാമോ കർത്താവേ, പാപികളുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങൾ രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തെ മുഴുവനായും ഭയങ്കരവും മഹനീയവുമായ നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഓർക്കുന്നു. അത് നിമിത്തം ഞങ്ങൾ പരിഭ്രമിക്കുകയും വിറയ്ക്കുകയും ചെയ്തുകൊണ്ട് നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വയ്ക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ കുർബാനമേൽ ശുദ്ധീകരിക്കുന്നതിനായി എത്ര ഭയങ്കരവും ഈ സമയത്ത് പ്രഭുചിത്തകരമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും കൊണ്ട് പ്രാർത്ഥിച്ചു. ദൈവത്തോട്
കരുണ ചെയ്യണമേ. ദൃശ്യമായ പറന്നവധിച്ച ഈ അപ്പത്തെ ജീവനായ ശരീരവും രക്ഷാകരമായ ശരീരവും ഞങ്ങളുമായ മഷിയാകുന്ന ശരീരവുമാക്കി തീർക്കുമാറാകണമേ. അനുഭവിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ അവകാശികളായി തീരണമേ. പുതിയ ജീവിതത്തിൽ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അവർ ആനന്ദിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനെ ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ നമ്മുടെ വാത്സല്യഭാചനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടി നാളും ഉണ്ടായിരിക്കട്ടെ. അൻപുടയോനേ നിൻവാതിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മുട്ടുന്നു ദാസനാദം ബാരക്മോൻ കുരിയേലൈസോ. പരികൊടു ശിക്ഷി ചടിയാലേ ഹല്ലേലൂയ ഹല്ലേലൂയ പരിശം നീതി കാക്കേണമേ ബാരക്മോൻ കുരിയേലൈസോ. നിന്നെ വിളിക്കും നേഹാദാ ഹല്ലേലൂയ ഹല്ലേലൂയ നിന്നുദവിക്കാൻ എലഹീന ബാരക്മോൻ കുരിയേലൈസോ. Hallelujah.
പ്രാർത്ഥിച്ചിരിക്കുന്നുവല്ലോ. ഇതുമൂലം പിതാവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വിശുദ്ധമായി വന്ദിക്കുകയും നിന്റെ ഏകപുത്രന്റെ കർത്തൃ പ്രാർത്ഥനയെ ഏറ്റുപാടുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനും സർവാധിപതിയും വിശുദ്ധനുമാകുന്ന ദൈവമാകുന്ന നിന്നെ നിഷ്കളങ്ക മനസ്സോടും വികാര വിശുദ്ധിയോടും നിർമ്മല നാവോടും ശരീരപടിപ്പോടും ആത്മധൈര്യത്തോടും കൂടി നിന്നുകൊണ്ട് ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ തുടിയുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാര്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. പിന്നെയോ ദർശനമേ എന്നോട് തന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർത്ത ഉത്തമനും കാരുണ്യവാനുമായ പിതാവാം ദൈവമേ, കഠിന പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദുഷ്ടനിൽ നിന്നും അവന്റെ സകലശക്തിയിൽ നിന്നും ദുഷ്ടമനുഷ്യരുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും കാരണവനായ കർത്താവിന്റെ മുമ്പാകെ നാം തലവനിക്കണം. തന്റെ മേലധികാര ചുങ്കോൽ കീഴ് സകല സൃഷ്ടികളും അടങ്ങുന്ന വലിയവനും സർവാധിപതിയുമാകുന്ന രാജാവേ, ഇപ്പോൾ മുമ്പാകെ തലമനുഷ്യ നിൽക്കുന്ന നിന്റെ വിശുദ്ധ സഭയുടെ ഈ മക്കൾക്ക് നിന്റെ അനുഗ്രഹങ്ങൾ അയച്ചു കൊടുക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധമായിരിക്കും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയില്ലാത്ത സ്വയംഭൂവും അനാദിതവും സ്വരാംശവുമായിരിക്കുന്നതുമായ ത്രിത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ വാത്സല്യ ഭാചനങ്ങളെ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. സൂക്ഷിക്കണം. കർത്താവേ, കരുണയോടെ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധന്മാർ പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനായ പരിശുദ്ധ കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ പിതാവ് നമ്മോട് കൂടെ. തന്റെ തിരുമേനിയുടെ മൂല്യമായ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ വീണ്ടെടുത്ത് രക്ഷിച്ചു എന്ന പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കി നൽകുന്ന ജീവനുള്ള ഏകപരിശുദ്ധ നമ്മോട് കൂടെ
വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. തിരുസുതരായി വരുവാൻ നമ്മെ അവരുള്ളപ്പോൾ പഠിപ്പിച്ച താതന്മാരെ കുർബാനയിലോർക്കേണം ഇരക്കയിലും അഴിവില്ലാത്തൊരു മോക്ഷത്തിൽ നയവാന്മാരമകന്മാരോ ഒരുമിച്ചാശ്വാസമരുളട്ടെ ദൈവസുതൻ മുറിയോരാകെ മേലൂവാതെ സ്തുതിയോടു രാജമയോ ഹല്ലേലൂയ ഹല്ലേലൂയ വലഭാഗി രാജഭാമിനിയും സ്വീകരണം നേടി Thank you.
ശബ്ദം നീതിയതിൻ ആചാര്യന്മാരും മഹിമയതിൻ നയവാന്മാരും ഹല്ലേലൂയ ഹല്ലേലൂയ നിൻ അഭിഷിക്ത മുഖം ധരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം പാപം
സകലത്തെ നീ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. വലിയവൻ നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായെന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധ വഹിച്ചിരിക്കുന്നവരുടെ മേൽ നൽകുന്നവരുടെ മേലും അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് അതിനെ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെയും മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോയവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ പാപം ചെയ്തു രക്തവും ഞങ്ങൾ ശിക്ഷിക്കോ പ്രതികാരമായി തീരരുതേ. എന്നാലോ ഞങ്ങൾ എല്ലാവരുടെയും ജീവനും രക്ഷിക്കുമായി ഭവിക്കണമേ. ദൈവത്തമ്പുരാനെ അടിയങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതന്റെ ശരീരങ്ങളാകുന്ന ഈ ദിവ്യദാനത്തിന് യോഗ്യതയില്ലാതിരുന്നവരായ ഞങ്ങളെ നീ യോഗ്യരാക്കി തീർത്തതിനാൽ നിനക്ക് ഞങ്ങൾ നന്ദി പറയുകയും തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ ഗുലസ്ബാൻ ലവൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ഉണ്ടായിരിക്കട്ടെ. Lord, after receive these holy mysteries which have been administered, let us again bow our heads before the merciful Lord. ഞങ്ങളുടെ കർത്താവ് ദൈവമായ യോഗി നിന്റെ തിരുമാനങ്ങൾ തലകൾ കുനിക്കുന്നു. തന്റെയും പിതാവിന്റെയും പരിശുദ്ധമായുടെയും ദൃഷ്ടപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി ബലിയായി അർപ്പിക്കപ്പെടുകയും തന്റെ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും പാപപരിഹാരപ്രദമായ രക്തം പാനീയമായും നൽകുകയും ചെയ്ത ഞങ്ങളുടെ ദൈവമായ യേശുമിശിഹ, നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നിലുള്ള ഭയഭക്തി ഞങ്ങൾ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങൾ സ്ഥാപിക്കണമേ. സുഹൃത്ത് നടപടികളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളെ മരിച്ചുപോയവർക്കും പാപമോചനം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിരന്തരം നിന്നെയും നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ ബകുലസ്മാൻ ലവൽ മീ
ആമീൻ ബാറേക്കുമോ. കരുണലിപേറിടും ദാതാ, നിരുപമ കരുണാസാഗരമേ, ദിനമേതിലങ്ങേക്കർപ്പിച്ചോ തിരുബലിയെ കൈക്കൊള്ളുക. മഹിമാനായകനീശോയാം സത്യപരൻ തൻ മാതാവായി നിർമ്മല കന്യക ധന്യവതി മറിയാമിൻ പ്രാർത്ഥനയാലേ ബാറൈക്ലകുലാൻ ആലോഹാൻ നദർലകുലാൻ ബുറുയാൻ ഉറുദുവായി ഹാവുലാൻ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിന്റെ പാപപരിഹാരപ്രദമായ വിശുദ്ധ ബലിപീഠത്തിൽ നിന്നും നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള അനുഗ്രഹങ്ങളോട് വഴിയാഹാരങ്ങളോടും കൂടെ പരിശുദ്ധവും മഹനീയമായ കർത്താവിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങൾ നാം പരിമേൽപ്പിക്കുന്നതായ സ്നേഹത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുവിൻ. ദൂരസ്ഥന്മാരോടുകൂടെ സമീപസ്ഥരും മരിച്ചുപോയവരോടുകൂടെ ജീവനുള്ളവരും നമ്മുടെ കർത്താവിന്റെ വിജയശ്രീമയാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസായ ക്രൂശിമയാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ ത്രത്ത് നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളെ തെറ്റുകളെ ക്ഷമിക്കും, നിങ്ങളെ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനും പാപിയുമായ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ മുഖാന്തരം കരുണയും സഹായവും പ്രാപിപ്പാൻ ഇടവരട്ടെ. വാത്സല്യ മക്കളെ, നിങ്ങൾ സന്തോഷിച്ച് സംതൃപ്തരായ സമാധാനത്താലേ പോകുവിൻ. നാൾതോറും എന്റെ ബലഹീനതയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമീൻ. കർത്താവിന്റെ കുർബാനയെ അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. By the grace of God, Ignatius Archives, Patriarch of Antioch and all these, Supreme Head of the Universal Second Orthodox Church, number E190/13, September 14, 2013. Apostolic benediction to our beloved Archbishop, His Eminence Maudito Santos, and our beloved spiritual children, the Venerable Co-Episcopos, the esteemed priests, the Reverend Deacons, and all the faithful of Malagara Archdiocese in North America. In guarding your well-being, we inform you the following. We are pleased to learn from our beloved Secretary, Archbishop His Eminence Timotheus Matthews, that the annual Youth and Family Conference of Malagara Archdiocese in North America was very successful. We had appointed him as the patriarchal delegate to that Archdiocese in January 2013 to work with your Archbishop until the delegates meeting in July 2013 to inform a region and selecting a regional bishop to that Archdiocese. Furthermore, through our Apostolic Bull number E111/2013 dated May 31st, 2013, we had advised you to make necessary suggestions regarding this matter at the delegates meeting.
Our beloved secretary who attended the delegates meeting held on July 18, 2013, submitted his report along with the letter from the new Archdiocese secretary. From that report, we have come to conclusion that the delegates meeting, which comprised of clergy and laity representing the parishes in the North American Archdiocese, does not wish to have a region to be formed or to have a regional bishop. We are happy that the delegates meeting made this decision unanimously, and you have thereby sustained the decision of the Holy Synod held in September 2010, Damascus, Syria, and that of the Holy Synod in September 2012, Beirut, Lebanon. Hence, we have decided to maintain the current status of our North American Archdiocese until there is a request from the delegates meeting of that Archdiocese. As we inform you through our Apostolic Bull number 1/2013, all the parishes in North America, which we permit to be directly under our administration, will be member parish of the Archdiocese. Since the purpose of appointing our beloved secretary, His Eminence Archbishop Timotheus Matthews, as patriarchal delegates is completed, the delegates meeting, you can drop his name from the first to then from now onwards. Our fatherly love, we direct you all, both the clergy and laity, to work together for the purpose of the Holy Church. May the grace of God be with you all. We extend our apostolic blessings to you, forwarded by His Eminence Archbishop Mauritius Eldo. Amen. എത്രയും ബഹുമാനപ്പെട്ട ജോയ് ജോണച്ചൻ, എത്രയും ബഹുമാനപ്പെട്ട ജോസ് ദാനിയലച്ചൻ, ഇവിടെ സമാജൻ വന്നു ചേർന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ദൈവസന്നിധിയിൽ നമ്മുടെ കർത്താവിന്റെ രക്ഷാകരമായ ക്രൂശാരോഹണത്തെ അതിന്റെ അടയാളമാകുന്ന ശ്രീബായുടെ പെരുന്നാളിന് ശേഷം കൂടുന്നതായ രണ്ടാമത്തെ ഞായറാഴ്ചയാണല്ലോ ഇന്ന്. ഇന്നത്തെ എവൻഗേലിയൻ ഭാഗത്ത് നമ്മുടെ കർത്താവ് ശ്ലീഹന്മാരുമായിട്ടുണ്ടായ ഒരു സംവാദമാണ്, അല്ലെങ്കിൽ ഡയലോഗാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. പല സംഭവങ്ങളുടെ കൾമിനേഷനായി അതിൽ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ പല അത്ഭുതങ്ങളുടെയും പൂർത്തീകരണത്തിന്റെ ഒരു സന്ദർഭത്തിലാണ് ഈ കാര്യങ്ങൾ ശ്ലീഹന്മാരോട് കർത്താവ് പറയുന്നത്. പടകിൽ യാത്ര ചെയ്യുന്നതായ സമയത്ത് കർത്താവ് ശ്ലീഹന്മാരോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ പറയുന്നു, നോക്കുവിൻ, പരീശന്മാരുടെയും സാധുക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ശ്ലീഹന്മാർക്ക് ഒരു ജാള്യത ഉണ്ടായിരുന്നു. കാരണം യാത്ര പുറപ്പെട്ട പടക്, ഈ ബോട്ട് തീരത്തു നിന്ന് നീങ്ങിയതിനു ശേഷമാണ് ശ്ലീഹന്മാർ ഓർത്തത് ഇന്നത്തേക്കുള്ള ഭക്ഷണം എടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പം കൂടെ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഓർത്ത് അവരതിനെക്കുറിച്ച് എന്ത് ചെയ്യും, എന്ത് ജസ്റ്റിഫിക്കേഷൻ കർത്താവ് ചോദിച്ചാൽ പറയണമെന്ന് വിചാരിച്ചിങ്ങനെ മനസ്സിലിരിക്കുന്ന സമയത്താണ് കർത്താവ് പറയുന്നത്, പരീശന്മാരുടെയും സാധുക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചുകൊള്ളുകയും എന്ന് പറഞ്ഞത്. പെട്ടെന്ന് സ്നേഹിന്മാരുടെ മനസ്സിൽ ന്യായമായിട്ട് വന്ന ചിന്ത എന്ന് പറയുന്നത്, ഞങ്ങളെ അപ്പെടുക്കാത്തതുകൊണ്ട് അത് അറിഞ്ഞിട്ട് കർത്താവ് പറയുന്നതാണ് എന്നാണ്. ഈ തിരുമേനിമാരുടെ കൂടെ ശമാശമാർ പോകുമ്പോൾ ഇതുപോലെ സന്ദർഭങ്ങളുണ്ടാകും. പാതി വഴിയെത്തുമ്പോഴായിരിക്കും ആലോചിക്കുക, തിരുമേനിയുടെ കുർബാനയ്ക്കുള്ള സാധനത്തിൽ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ പുസ്തകം എടുത്തിട്ടില്ല. അത് അറിഞ്ഞ അവരത് മനസ്സിലാക്കുന്ന സമയം മുതൽ ഇതിനെ തിരുമേനി ഒന്നിന് ചോദിക്കുകയോ അല്ലെങ്കിൽ അതിനൊരു സന്ദർഭം ഉണ്ടാകുന്നവരെയും ടെൻഷനാവരുത്. ഇന്നലെ തന്നെ പോന്നപ്പോൾ ഇവിടെ ജോസഫിനൊരു പുസ്തകം കൊണ്ടുവരാനാണ് പറഞ്ഞിരുന്നു. പാതി വഴിക്കുമ്പോഴാണ് പറഞ്ഞു, അയ്യടാ ഇത് പുസ്തകം എടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഇത് പലപ്പോഴും സംഭവിക്കുന്നതാണ്. ഇത് നമ്മിലൊരു
കുറവ് അല്ലെങ്കിൽ നമ്മളൊരു ഷോർട്ട് കമ്മിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ അത് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ സ്ത്രീക്കന്മാരോട് കർത്താവ് പറഞ്ഞത് സാധുക്യരുടെയും പരീക്ഷന്മാരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചുകൊള്ളുവീനെന്നാണ്. അവർ പെട്ടെന്ന് അതിനെ അതിനെ റിലേറ്റ് ചെയ്യുന്നത് തങ്ങെടുക്കാൻ മറന്നുപോയ അപ്പത്തിന്റെ കാര്യമാണ് പറയുന്നതെന്ന് വിചാരിച്ചു. എന്നാൽ അവരുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് കർത്താവ് ഉടനെ കറക്റ്റ് ചെയ്യുന്നു. അല്പവിശ്വാസികളെ അപ്പം എടുക്കാത്തതിനാലാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എന്തുകൊണ്ട്? അപ്പം എടുത്തില്ല എന്നുള്ളത് കർത്താവ് അറിഞ്ഞു എന്നുള്ളത് ഷുവറാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അവരുടെ ചിന്ത അറിഞ്ഞുകൊണ്ട് അവരോട് അല്പവിശ്വാസികളെ അപ്പം എടുക്കാത്തതിനാലാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ട്? എന്നിട്ട് 2 ഉദാഹരണം കർത്താവ് പറയുകയാണ്. ഞാൻ നിങ്ങളോട് പഠിക്കുകയാണ്, നിങ്ങൾ 5 അപ്പം കൊണ്ട് 5000 പേരെ ഫീഡ് ചെയ്തതിന് ശേഷം എത്ര കൊട്ട നിങ്ങൾ അതിന്റെ ബാലൻസ് എടുത്തു എന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നില്ലേ? 7 അപ്പം കൊണ്ട് 4000 പേരെ ഫീഡ് ചെയ്തിട്ട് അതിന്റെ റിമനൻസ് അതിന്റെ ബാക്കി എത്ര നിങ്ങൾ എടുത്തു എന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അത് ചെയ്യുവാൻ കഴിവുള്ളവനായ കർത്താവാണ്, നാഥനാണ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. അതുകൊണ്ടാണ് അല്പവിശ്വാസികളെ എന്നവരെ അഭിസംബോധന ചെയ്ത് ആ സമയത്ത് പറയുന്നത്. അല്പവിശ്വാസികളെ അപ്പം എടുക്കാത്തതിനാലാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എന്തുകൊണ്ട്? ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലയോ? 5000 പേരുടെ ആ 5 അപ്പത്തെയും എത്ര കൊട്ടകൾ മിച്ചമെടുത്തു എന്നുള്ളതും 4000 പേരുടെ 7 അപ്പത്തെയും അവർക്ക് അതിന് ശേഷം എത്ര വൻകൊട്ടകൾ മിച്ചമെടുത്തു എന്നുള്ളതും നിങ്ങൾ ഓർക്കുന്നില്ലയോ? എന്നിട്ട് ക്ലാരിഫൈ ചെയ്യുന്നു. പരീക്ഷന്മാരുടെയും സാധുക്കളുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ പറഞ്ഞത് അപ്പത്തെക്കുറിച്ചല്ല എന്ന് നിങ്ങൾ ഗ്രഹിക്കാഞ്ഞത് എന്തുകൊണ്ട്? അതിനുശേഷം മത്തായി ശ്ലീഹ എഴുതുന്നു, പരീക്ഷന്മാരുടെയും സാധുക്കളുടെയും ഉപദേശത്തെ അല്ലാതെ അപ്പത്തിനുള്ള പുളിച്ച മാവിനെ സൂക്ഷിച്ചുകൊള്ളുവാനല്ല അവൻ പറഞ്ഞത് എന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. വളരെ വ്യക്തമാക്കിയ ഒരു സന്ദർഭമാണ് ഇത്. ചില സമയത്ത് ചില ഉപമകളൊക്കെയും അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാതെ പറഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടായപ്പോൾ അത് അപ്പം തന്നെ ക്ലിയർ ചെയ്താണ് നമ്മുടെ കർത്താവ് കടന്നു പോകുന്നത്. എന്താണ് പരീക്ഷന്മാരുടെയും സാധുക്കളുടെയും പുളിച്ച മാവിനെ അല്ലെങ്കിൽ അവരുടെ ഉപദേശത്തെ അതിനൊന്ന് സാമ്യപ്പെടുത്തുവാനായിട്ട് കാരണം? പരീക്ഷന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാനും ഫാരിസീസ്. പരീക്ഷന്മാരെന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഇടയിൽ ശക്തമായി ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരുടെ പഠിപ്പിക്കലുകളെയും അതുപോലെ തന്നെ പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളൊക്കെയും ചേർത്ത് അതെല്ലാം ഒരു റിച്വലിസ്റ്റിക് കമ്മ്യൂണിറ്റിയായിരുന്നു. അതിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന, അതെല്ലാം ശക്തമായിട്ട് പാലിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടരായിരുന്നു പരീക്ഷന്മാർ. അവര് വലിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വലിയ അരക്കെട്ടുകൾ കിട്ടി അവരെ കുറിച്ചാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ മുഴുവനായിട്ടും കർത്താവ് അവരെ കുറിച്ച് കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീക്ഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് അനേക പ്രാവശ്യം മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ അവരെ കുറിച്ച് വിമർശിക്കുന്നത് കാണാൻ സാധിക്കും. വെള്ള തേച്ച ചവക്കലറുകളായിട്ട്, കപടഭക്തന്മാരായിട്ട്, അവര് നിയമത്തെ വളച്ചൊടിക്കുന്നവരായിട്ട്, ന്യായപ്രമാണത്തെ ഡിസ്റ്റോർട്ട് ചെയ്ത് പഠിപ്പിക്കുന്നു, മാനുഷികമായ കൽപ്പനകൾ അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, ദൈവിക കൽപ്പനകളെ ചെറുതായി കണ്ടുകൊണ്ട് അതിന് പൂരകമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ രീതിയിൽ വേറെ കുറേ നിയമങ്ങൾ ഉണ്ടാക്കി അതിനെ വ്യതിചരിക്കുന്നു തുടങ്ങിയ അനേക അക്യൂസേഷൻസ് മാത്യു ചാപ്റ്റർ 23 കൊടുക്കുന്നുണ്ട്. അതിന്റെ തൊട്ട് പിന്നിൽ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വായിക്കുമ്പോൾ പരീക്ഷന്മാരും സാധുക്കരും മാറി മാറി കർത്താവിനെ വിമർശിക്കുന്നതാണ്. കർത്താവിന് മേൽ കുറ്റം ആരോപിക്കുവാനും അല്ലെങ്കിൽ അവരിൽ നിന്ന് അടയാളം പ്രാപിക്കുവാനും ഒക്കെയുമുള്ള ചിന്തയാണ്. സാധുക്യരെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ വേറൊരു ഗ്രൂപ്പാണ്. സാധുക്യര് അവരുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവരെ ആകെ കൂടി പെന്റാറ്റൂക്ക് എന്ന് പറഞ്ഞാൽ മോശയിക ന്യായപ്രമാണം 5 പുസ്തകമുണ്ടല്ലോ, 5 പുസ്തകങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ആ ആദ്യത്തെ 5 ഗ്രന്ഥങ്ങൾ മാത്രമാണ് അവർ അംഗീകരിക്കുന്നത്. അവർ പിന്നീടുള്ള കാര്യങ്ങളൊന്നും അംഗീകരിക്കില്ല. ഈ പിതാക്കന്മാരുടെ ടീച്ചിങ്സിനൊന്നും അംഗീകരിക്കത്തില്ല. അങ്ങനത്തെ ഒരു സെക്റ്റാണ് ഈ സാധുസീസ് അല്ലെങ്കിൽ സാധുക്യന്മാർ. അവര് ലൈഫ് ആഫ്റ്റർ ഡെത്തിനെ കുറിച്ച്, മരണാനന്തര ജീവിതത്തെ കുറിച്ച് അവര് വിശ്വസിക്കുന്നില്ല. നമുക്കറിയാം ഈ മാത്യു 22-ൽ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ തന്നെ ഇവര് വന്ന കർത്താവെന്ന് പറയുന്നുണ്ട്. അവർ തുടങ്ങുന്നിങ്ങനെയാണ്, പുനരുത്ഥാനമില്ല എന്ന് വിശ്വസിക്കുന്ന
എന്ന് പറയുന്ന സാധുക്കന്മാർ കർത്താവിന്റെ സന്നിധിയിൽ വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നു. അതിനകത്ത് രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് മറുപടി കർത്താവ് കൊടുക്കുന്നത് ഈ 5 പുസ്തകത്തിനകത്തു നിന്നാണ്. ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നുവെന്ന് കർത്താവ് പറഞ്ഞതായിട്ട് ദൈവം പറഞ്ഞതായിട്ട് നിങ്ങൾ വായിക്കുന്നില്ലയോ? എന്നാൽ അവൻ മനുഷ്യരുടെ ദൈവമല്ല, അവൻ ജീവനുള്ളവരുടെ ദൈവമത്രേ. അപ്പൊ അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ളതാണ്. അപ്പോ സാധുക്കന്മാരോട് അവരുടെ അതേ രീതിയിലാണ് കർത്താവ് മറുപടി കൊടുക്കുന്നത്. പരീക്ഷന്മാരെ തിരിച്ചു മറച്ചും പിന്നെ അതിന്റെ പിന്നത്തെ സ്റ്റാൻസർ പറഞ്ഞിങ്ങനെയാണ്, സാധുക്കന്മാരെ എങ്ങനെ യേശു ക്രിസ്തു മിണ്ടാതാക്കി സൈലൻസ് ചെയ്തു എന്നുള്ളത് കണ്ടുകൊണ്ട് അവർ വീണ്ടും വേറെ ക്വസ്റ്റ്യൻ വരികയാണ് പരീക്ഷന്മാർ. എനിവേ അതിന്റെ ഒരു ഉത്തരമായിട്ടാണ് 23-ാം അധ്യായം മുഴുവനും കർത്താവ് സ്നേഹിതന്മാർക്ക് പറഞ്ഞു കപടഭക്തിക്കാരായ ശാസ്ത്രമാരെയും പരീക്ഷന്മാരെയും കുറിച്ച് അവരെന്ത് ചെയ്യുന്നു എന്താണ്. പക്ഷെ അവിടെ പറയുന്നത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, അവരെ മോശയുടെ ന്യായപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അവർ പറയുന്നത് കേട്ടുകൊള്ളണം. എന്തെന്നാൽ അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. 23-ാമത്തെ അധ്യായം തുടങ്ങുന്നു ഇങ്ങനെ, അനന്തരം യേശു പുരുഷാരത്തോടും തന്റെ ശിഷ്യന്മാരോടും പറഞ്ഞത്, ശാസ്ത്രിമാരും പരീക്ഷന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു, ആകിയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുകയും അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താൻ. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. അവിടുന്ന് പിന്നെ തുടങ്ങുകയാണ്. അവർ ഖനമുള്ള ചുമടുകളെ മറ്റുള്ളവരുടെ മുമ്പിൽ മനുഷ്യരുടെ തോളിൽ വയ്ക്കുന്നു, ഒരു വിരൽ കൊണ്ട് പോലും തൊടാൻ അവർക്ക് മനസ്സില്ല. അവരുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നത് തുടങ്ങി ഉള്ള ഭാഗമാണ്. അത് ആ ചാപ്റ്റർ മുഴുവനതാണ്. ചില സമയത്താണെങ്കിൽ നാം വീട്ടിൽ പോയിട്ട് വായിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോ ഇവിടെ ഈ സദൂക്യന്മാരും പരീക്ഷന്മാരും വിമർശിക്കുവാനായിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. അപ്പോ അവരുടെ ആ ഉപദേശത്തെ അല്ലെങ്കിൽ അവരുടെ ആ കപടഭക്തിയെയാണ് കർത്താവ് ഇവിടെ എടുത്തു പറയുന്നത്. അവരുടെ ആ കപടഭക്തിയെ അല്ലെങ്കിൽ അവരുടെ തെറ്റായ ഉപദേശത്തെ നിങ്ങൾ സൂക്ഷിച്ചു വന്നു. എന്തുകൊണ്ടാണ് ഈ പുളിപ്പ് അല്ലെങ്കിൽ ലെവൻ അല്ലെങ്കിൽ ഈസ്റ്റ് ആയിട്ട് അതിനെ താരതമ്യം ചെയ്യുന്നത് എന്ന് ഓർക്കണം. അപ്പത്തിന് മാവ് കുഴയ്ക്കുമ്പോൾ ഈസ്റ്റ് അല്ലെങ്കിൽ പുളിപ്പ് എന്തോരം ഇടും? വളരെ കുറച്ചാണ് പുളിപ്പ് ചേർക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവസ്ഥ നിങ്ങൾക്കറിയാം. അപ്പോ തുടക്കത്തിൽ ഈ പുളിപ്പ് വളരെ നിസ്സാരമാണ്, ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്, ഒരു വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ട് തോന്നില്ല. ഈ തെറ്റായ ഉപദേശം ഇതുപോലെയാണ് ക്രീപ്പിൻ ചെയ്തത്. ഇതിനകത്തേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക്, നമ്മുടെ സഭയുടെ വിശ്വാസ ആചാര നടപടികളിലേക്ക് കടന്നു കയറുന്നത് അല്ലെങ്കിൽ നുഴഞ്ഞു കയറുന്നത് വളരെ ഗോപ്യമായിട്ടാണ്, രഹസ്യമായിട്ടാണ്. അത് ചിലപ്പോൾ നമ്മൾ അറിയ പോലില്ല, തുടക്കത്തിൽ നമ്മൾ അറിയത്തില്ല അതിന്റെ കുഴപ്പമില്ലാന്നുള്ളത്. പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ അത് അതിനെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളത്, പുളിപ്പിട്ട് കഴിഞ്ഞാൽ അത് പുളിക്കുന്നത് ഉറപ്പാണ്. അത് പുളിപ്പ് ഗ്രാജുവലി അത് അതിന്റെ സ്വഭാവം പ്രകടിപ്പിച്ച് ഈ മാവിന് മുഴുവൻ പൊളിപ്പിച്ച് കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ അത് ഏകദേശം കുറെ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് അഫക്റ്റ് ചെയ്തു എന്നുള്ളത്. അപ്പോ ഈ ദുരുപദേശത്തെയും പൊളിപ്പിനെയും കർത്താവ് താരതമ്യം ചെയ്യുന്നത് അതുകൊണ്ടാണ്. അറ്റ് ഫസ്റ്റ് സൈറ്റ് it will be a light or slight and unimportant in appearance, small quantity ആണ്. പക്ഷേ that act gradually, that work gradually until they finally corrupt and consume the whole dough. ആ മുഴുവൻ മാവിനെയും അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയെയും അത് മുഴുവനെയും അതിനെ അഫക്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കുന്നത്. They most certainly have an effect. ഈ പുളിപ്പ് ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലെവൻ അതിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ there will be definitely a effect on that matter. And they will permeate all the soul and take control. അത് ആ മാറ്റുന്ന മുഴുവനെ അത് അഫക്റ്റ് ചെയ്യും, അത് ബാധിക്കും, അത് അതിനെ മറ്റൊരു തരത്തിലാക്കി മാറ്റുകയും ചെയ്യും. അപ്പോ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തെ വളരെയേറെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ ദുരുപദേശം, തെറ്റായ ഉപദേശം. അതുകൊണ്ട് അതിനെ സൂക്ഷിച്ചു കൊള്ളുവാനാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ബി വാച്ച്ഫുൾ, ബി കോഷ്യസ്. അപ്പോ against the false teaching. അത് ഓൾ ഈ പുതിയ നിയമസഭയില് ആദിമകാലത്ത് എപ്പോഴും ഉണ്ടായിരുന്നതായ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. സ്ലീഹന്മാരൊക്കെയും അതിനെ ശക്തമായിട്ട് അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് കണ്ടിരുന്നു.
That's why we sing St. Paul, like, Paulos liha ധന്യം ചൊൽകേട്ടെ ദൈവം. അതിനകത്ത് പറയുന്നത് ഗലാത്യത്തിലെ ചോദിച്ചാണ് ക്രിസ്ത്യൻ. ഗലാത്യ ലേഖനത്തിൽ നിന്നുള്ളതാണ്. ഞങ്ങൾ പഠിപ്പിച്ചതിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും ഏത് ഉപദേശവുമായിട്ട് വന്നാൽ അത് സ്വർഗത്തിലെ മാലാഖയാണെങ്കിൽ പോലും, സ്വർഗത്തിൽ ദൂതനാണെങ്കിൽ പോലും, അവൻ സഭയാൽ ശപിക്കപ്പെട്ടവൻ എന്നുള്ളതാണ് പൗലോസ് പഠിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ സ്ത്രീകന്മാരുടെ കാലത്ത് തന്നെ തെറ്റായ പഠിപ്പിക്കലുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ വാച്ച്ഫുൾ ആയിരിക്കുവാൻ, അതിനെതിരെ കോഷ്യസ് ആയിരിക്കുവാനുള്ള ആഹ്വാനമാണ് ഇവിടെ കർത്താവ് നൽകുന്നതും പിന്നീട് സ്ത്രീകന്മാർ നൽകുന്നതും. യൂദായുടെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട് 3-ാം വാക്യത്തിൽ, 3-4 വാക്യങ്ങളിൽ. യൂദായുടെ പുസ്തകം ഒരു ചാപ്റ്റർ ഉള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത് 3-4 വാക്യങ്ങളിൽ അത് പറയുന്നുണ്ട്. പത്രോസ് ലീഗ പറയുന്നുണ്ട് തന്റെ പൗലോസ് ലീഗ തിമോഥെയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, എന്നോട് കേട്ട പഥ്യവചനം, ശരിയായ വചനം, സത്യവചനം, നീ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. അത് പൗലോസ് ലീഗയും പത്രോസ് ലീഗയും ആവർത്തിച്ച് പറയുന്നുണ്ട് ആ കാര്യങ്ങൾ. തെറ്റായ ഉപദേശങ്ങളെക്കെതിരെ ആയിട്ട് ഓരോ ക്രിസ്ത്യാനിയും പാലിക്കേണ്ടതായ ജാഗ്രതയെക്കുറിച്ച്. അതുകൊണ്ട് ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്നത് തെറ്റായ ഉപദേശം, ദൈവത്തിൽ നിന്നുള്ളതായ വചനം, ന്യായപ്രമാണം, അതിനെ തെറ്റിച്ച് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത ആളുകളെ ശക്തമായിട്ട് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് ഒന്ന് വാച്ച്ഫുൾ ആയിരിക്കുക, ബിവെയർ. ഞാൻ വായിച്ചതായ ഭാഗം അതിന് തുടർച്ചയായിട്ട് പത്രോസ് ലീഗ തന്റെ 1-ാമത്തെ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നമ്മളോട് അറിയിക്കുന്നു. 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വിട്ടിട്ടില്ല. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. അപ്പോ ഉണർന്നിരിക്കുവിൻ, നിർമ്മതരായിരിപ്പിൻ. കാരണം പിശാച് നിങ്ങൾക്കെതിരെ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ആത്മീയ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായ ഈ കാര്യം ഓർത്തുകൊള്ളണം. പിശാച് എപ്പോഴും നമ്മെ ഡിസ്റ്റർബ് ചെയ്യുവാനായിട്ട്, നമ്മെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് കാത്തിരിക്കുകയാണ്. ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമുക്ക് ലഭിച്ചതായ സത്യവിശ്വാസത്തെ പരിപാലിക്കുവാൻ, അത് കീപ്പ് ചെയ്യുവാനും, അത് പഠിക്കുവാനും കീപ്പ് ചെയ്യുവാനും നമുക്ക് സാധിക്കണം. ഈ 5-ാമത്തെ തുബ്ദയിൽ നമ്മൾ ചൊല്ലുന്നതായ ഭാഗമുണ്ട്, ശ്ലൈഹികവും ഒട്ടുമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി എന്ന് തുടങ്ങി പിതാക്കന്മാരെ ഓർക്കാൻ പോവാണ്. അപ്പോൾ അവരത് പാലിച്ചതാണ്, അവർ നമുക്ക് ഏൽപ്പിച്ചു തന്നതാണ്. എന്നതുപോലെ പിതാക്കന്മാര് നമുക്ക് നൽകുന്നതായ സത്യോപദേശം അത് അറിഞ്ഞ് അത് പാലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ യോഹന്നാൻ എഴുതിയതായ 1-ാം ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും അത് വീണ്ടും എടുത്തു പറയുന്നു. ഈ തെറ്റായ നടപടികൾക്കെതിരെ വാച്ച്ഫുൾ ആയിരിക്കുവാൻ, അല്ലെങ്കിൽ അതിനെ പരിശോധിച്ച് നല്ലത് എന്ന് കണ്ട് അതിനെ ഫോളോ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളത്. അതായത് അനേക ഉപദേശങ്ങൾ, പൗലോസ് പറഞ്ഞ അനേക ഉപദേശകന്മാര്, പഠിപ്പിക്കാര് ലോകത്തിലേക്ക് വന്നിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെയാ പറയുന്നത്, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുന്നു. ദൈവാത്മാവിന് ഇതിനാൽ അറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്, യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അപ്പോ അനേക കള്ളപ്രവാചകന്മാര് അല്ലെങ്കിൽ തെറ്റായ പഠിപ്പിക്കലുകാരും ഉള്ളത് കൊണ്ട് ആര് വന്നാലും സ്വീകരിക്കാതെ, അല്ലെങ്കിൽ ആര് പറഞ്ഞാലും, ഏത് പ്രസംഗം അല്ലെങ്കിൽ ഇത് നടത്തിയാലും അത് അങ്ങനെ വിശ്വസിക്കാതെ, അത് ദൈവത്തിൽ നിന്നുള്ള വെളിപാടാണോ
സഭയുടെ പിതാക്കന്മാർ പഠിപ്പിച്ചുകൊണ്ടുള്ള വിധേയമായിട്ടുള്ളതാണോ, വിശുദ്ധ വേദപുസ്തകത്തിന് അടിസ്ഥാനമായിട്ടുള്ളതാണോ എന്ന് പരിശോധിച്ച് അത് നല്ലത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ അതിനെ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് യോഹന്നാൻ ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ we should be watchful, we should be testing about the correctness of the message or the teachings on the basis of the scripture and the tradition of the Holy Church. And also then we have to hold fast that sound doctrine. അത് ഞാൻ വായിച്ചല്ലോ, പൗലോസ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നതാണ്, എന്നോട് പ്രാപിച്ചതായ ആ ശരിയായ ഉപദേശം നീ കാത്തുകൊള്ളുക. ദൈവത്തിൽ നിന്ന്, ദൈവിക പിതാക്കന്മാരിൽ നിന്ന്, സഭയിൽ നിന്ന് നമുക്ക് ലഭിച്ചതായ സത്യോപദേശത്തെ പാലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. തെറ്റായ ഉപദേശങ്ങൾ കടന്നു വരും. അതിന് എപ്പോഴും കർത്താവിന്റെ കാലത്തുണ്ടായിരുന്നു, ശ്ലീഹന്മാരുടെ കാലത്തുണ്ടായിരുന്നു, ഇന്ന് അതിലധികമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് we should be watchful against those type of teachings. സഭയുടെ വിശ്വാസം അത് പാലിക്കുവാനും അത് പഠിക്കുവാനും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ ഇടവകയിൽ വരുവാൻ ഇടയാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നലെ നമ്മുടെ സമാജത്തിന്റെയും സെന്റ് പോൾസ് മെൻസ് ഫെലോഷിപ്പിന്റെയും റീജിയണൽ ഗെറ്റ് ടുഗദർ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ഇടവക അതൊരു ആധ്യാത്മിക സംഘടനയുടെ സമ്മേളനം എന്നതിലുപരി ഈ കത്തീഡ്രലിന്റെ ഭാരവാഹികൾ, ബഹുമാനപ്പെട്ട അച്ഛനുൾപ്പെടെ കമ്മിറ്റിക്കാരുൾപ്പെടെ അതിനു വേണ്ടതായ സബ് കമ്മിറ്റികളാണ് ഉണ്ടാക്കി. അനേകം ആളുകൾ അതിനുവേണ്ടി അനേക ദിവസങ്ങൾ പ്രയത്നിച്ചു എന്നുള്ളത് അറിയുവാൻ കഴിഞ്ഞു. വളരെ നല്ല ഒരു വിജയകരമായ ഒരു സമ്മേളനമായിരുന്നു ഇന്നലെ നടന്നത്. അതിൽ ഈ ഇടവകകളുടേതായ സന്തോഷം ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകിച്ച് സെന്റ് പോൾസിന്റെ ചുമതലയുള്ള ജോർജ്, സെന്റ് മേരീസിന്റെ ചുമതലയുള്ള ഷാന തുടങ്ങിയവർ എല്ലാവരെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയും തുടർന്നും ഇതുപോലുള്ളതായ കാര്യങ്ങൾ ഹോസ്റ്റ് ചെയ്യുമ്പോൾ അത് അതിൻ്റെതായ ഗൗരവത്തോടുകൂടെ അതിൻ്റെതായ തീക്ഷ്ണതയോടുകൂടി ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയും ചെയ്യുകയാണ്. മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, നമ്മുടെ ഭദ്രാസനത്തിന്റെ കൺവെൻഷൻ വളരെ ഭംഗിയായിട്ട് നടന്നു. അതിനുശേഷമുള്ളതായ ഈ സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ളതായ അപ്പോസ്തോലിക കൽപ്പനയാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. പരിശുദ്ധ പിതാവിന്റെ സന്നിധിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അവിടെ ആയിരുന്നു. ചൊവ്വാഴ്ചയാണ് ലബ്നോനിൽ നിന്ന് ഞാൻ വരുവാനായിട്ട് ഇടയായത്. പരിശുദ്ധ സുന്നഹദോസ് 10-ാം തീയതി മുതൽ 14-ാം തീയതി വരെ ഉണ്ടായിരുന്നു അവിടെ. 14-ാം തീയതി വൈകിട്ട് പരിശുദ്ധ പിതാവിന്റെ 33-ാമത്തെ സ്ഥാനാരോഹണ വാർഷികം അവിടെ നിർവഹിച്ചു. 15-ാം തീയതി കുർബാന, ഞായറാഴ്ചയായിരുന്നു, കുർബാനയിൽ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആണ് പിറ്റേ ദിവസമാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പരിശുദ്ധ പിതാവിന്റെ എല്ലാ ശ്ലൈഹിക വാഴ്വുകളും ഈ സമയത്ത് നിങ്ങൾക്ക് നേരുന്നു. നമ്മുടെ ഭദ്രാസനത്തെ പരിശുദ്ധ പിതാവ് വളരെ സന്തോഷത്തോടുകൂടി കാണുന്നു. ഭദ്രാസനത്തിലുണ്ടായ പല കാര്യങ്ങളിലും അത് പല പുറത്തുനിന്നുള്ള ശക്തികളാണെന്നുള്ളത് പരിശുദ്ധ പിതാവിന് തന്നെ അറിയാൻ. അതുകൊണ്ട് ഈ ഒരു തരത്തിൽ നമ്മുടെ ഡെലിഗേറ്റ്സ് മീറ്റിംഗ് ശക്തമായ തീരുമാനം എടുത്തു എന്നുള്ളതിൽ പരിശുദ്ധ പിതാവ് ഏറെ സന്തുഷ്ടവാനാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് എടുത്ത് പറയുവാനായിട്ട് എന്നോട് പറഞ്ഞു. അത് കൽപ്പന വഴി നമ്മെ അറിയിച്ചിട്ടുണ്ടല്ലോ. ആ പിതാവിനോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഏറെ സമ്മർദ്ദങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ട് എങ്കിൽ തന്നെയും, ആരോഗ്യപരമായ പല ബലഹീനതകൾ ഉണ്ട് എങ്കിൽ തന്നെയും, ആത്മാവിൽ ശക്തിയോടുകൂടെ പരിശുദ്ധാത്മാ നിയന്ത്രണത്താൽ ഇപ്പോഴും സഭയെ ശക്തമായിട്ട് നയിക്കുന്ന പിതാവിനോട് നമുക്കുള്ളതായ വിധേയത്വവും സ്നേഹവും അറിയിക്കുകയും ആ പിതാവിനോട് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ സമയത്ത്. നമ്മുടെ ഭദ്രാസനത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വാങ്ങിക്കുന്നത് സംബന്ധിച്ചുള്ളതായ പരിപാടികളെ കുറിച്ച് കൽപ്പന നിങ്ങൾ അറിയിച്ചിരുന്നു. എന്നാൽ ഈ ഇടവകയിൽ പിരിവ് തുടങ്ങിയില്ല. കാരണം പലരും വന്ന് നമ്മുടെ ഇടവകയിൽ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് സമയം അതിന് ലഭിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനിയും വരും കേട്ടോ. അപ്പോൾ അതിനു മുമ്പേ നമ്മുടെ ഭദ്രാസനത്തിന്റെ കാര്യത്തിലൊരു അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വാങ്ങിക്കുന്നതുമായുള്ള കാര്യത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു പ്രതികരണം ഈ ഇടവകയിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ചുരുക്കം ചില ആളുകളൊക്കെ തന്നിട്ടുണ്ട്, ഞാൻ തന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഒഫീഷ്യലായിട്ട് ഈ ഇടവകകളിൽ എല്ലാ വീടുകളിൽ നിന്നും അതിൽ പങ്കാളിത്തം ഉണ്ടാകണം എന്നുള്ളത് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് പിരിക്കുന്നില്ല. എന്നാലും ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞത് അധികം താമസിയാതെ വന്ന് ചെയ്തില്ലെങ്കിൽ പിന്നെ തണുപ്പാവും, താങ്ക്സ് ഗിവിംഗ് ഡിസംബറൊക്കെ ആയിരിക്കും, പിന്നെ സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചൂടുള്ളപ്പോൾ തന്നെ കാര്യങ്ങൾ നിർവഹിക്കണമെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഒക്ടോബർ 13-ാം തീയതി നിയോഗിതമായാൽ ഒക്ടോബർ 13-ാം തീയതി ഒരിക്കൽ കൂടെ വരാൻ ചിന്തിക്കുന്നു ഞായറാഴ്ച. ഇല്ല എങ്കിൽ ഈ പറയുന്നത് ഇപ്പോൾ എടുത്തേക്കുക. ഞാൻ ഇടദിവസങ്ങളായിരിക്കും ചിലപ്പോൾ വരുന്നത് മിക്കവാറും.
അപ്പോൾ ഇവിടെ താമസിച്ചുകൊണ്ട് ഇട ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട അച്ഛനും കമ്മിറ്റിക്കാരുണ്ട്. കമ്മറ്റ ജോബി ഇവിടെ നിന്നുണ്ട്. കൗൺസിലിൽ ജോയിന്റ് സെക്രട്ടറിയാണ് ഭദ്രാസനത്തിന്റെ. മുൻ കൗൺസിൽ മെമ്പർ ജിജോവരുമുണ്ട്. പിന്നെ കമ്മിറ്റിക്കാർ ആരൊക്കെയാണോ കൂടെ ഉണ്ടാകും ടീമായിട്ട് ഇപ്പോൾ വരും വീടുകളിൽ. കഴിയുമെങ്കിൽ നിങ്ങളുടെ ഓഫർ നൽകുന്നത് ബഹുമാനപ്പെട്ട അച്ഛനോ അല്ലെങ്കിൽ കമ്മിറ്റിക്കാർക്കോ സെക്രട്ടറിക്കോ നൽകുന്നത് നല്ലതായിരിക്കും. എത്രത്തോളം നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കുമെന്നുള്ളത് അതിന്റെ താരിഫും കാര്യങ്ങളൊക്കെ നിങ്ങളെ ബഹുമാനപ്പെട്ട അച്ഛൻ അറിയിച്ചോളും, അല്ലെങ്കിൽ കമ്മിറ്റി കൂടി നിങ്ങൾ അറിയിച്ചുകൊള്ളും. അത് ഇങ്ങനെ ഒരു ഇത് പറയുന്നത് നല്ലതല്ലോ. പക്ഷെ ഇത്ര മാത്രം ഞാൻ പറയുകയാണ്, എല്ലാ കുടുംബങ്ങളുടെയും പാർട്ടിസിപ്പേഷൻ അതിനകത്ത് ഉണ്ടായിരിക്കണം. ഈ ഭദ്രാസനത്തിന് വേണ്ടി നമുക്ക് പുറത്തു പോയി പിരിക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ 2004-ലാണ് 4-ലും 5-ന്റെ ആദ്യ ഭാഗത്തുമായിട്ടാണ് നമ്മൾ ഇപ്പോഴുള്ള ആ സ്ഥലത്തിന് വേണ്ടി നമുക്കൊരു കളക്ഷൻ എടുത്തത്. അന്ന് കുറെ ഫാമിലീസ് ഇതിനെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് ഓൾമോസ്റ്റ് 60% ഓഫ് ദി ഫാമിലീസ് ഈ ഇടവകയിൽ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു. അതിലും സ്കിപ്പ് ചെയ്ത് പോയ കുറച്ച് പേരുണ്ട്. എന്നാലും ഈ തവണ അത് ഇടയാകാതെ 100% കുടുംബങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കണം. തീരെ കുറച്ച് തരാൻ കഴിയുള്ളൂ എങ്കിൽ ആ കാര്യങ്ങളും അത് ബഹുമാനപ്പെട്ട വികാരി ഉൾപ്പെടെ അച്ഛൻ അറിയാമല്ലോ. നിങ്ങളുടെ അവസ്ഥയൊക്കെ നിങ്ങൾ അച്ഛൻ എന്നെക്കാൾ കൂടുതലായിട്ട് അച്ഛൻ അറിയാം. പക്ഷെ അതിലുപരിയായിട്ട് നിങ്ങൾ വീടുകളിൽ വരുവാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്, ഒന്ന് പ്രാർത്ഥിച്ചു പോരാനായിട്ട്. എന്നാൽ തന്നെയും ഈ കാര്യത്തിൽ നിങ്ങളുടെ സഹകരണം ഏറ്റവും കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നു. ഇനിയൊരു 10 വർഷത്തേക്ക് നമുക്ക് വേണ്ടി വരില്ല ഏതായാലും. അപ്പോൾ നാട്ടിലേക്ക് നമ്മൾ എന്തോരം കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലുപരിയായിട്ട് ഒരു കോൺട്രിബ്യൂഷൻ 4 ഡിജിറ്റാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും. അത് ഞാനിപ്പോൾ 2-3 പള്ളികളിൽ ഈ ഭാഗത്ത് പോയി കഴിഞ്ഞ് സെന്റ് പോൾസിലും പോയി. അവിടെയും 6000 പേര് തന്ന ഫാമിലീസ് ഉണ്ട്. പിന്നെ അതിൽ കുറഞ്ഞ ഫാമിലീസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി ആലോചിച്ച് തീരുമാനമെടുക്കണം. കുറച്ച് ഓവർടൈം ചെയ്യാൻ ലളിതമായ സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ടായാലും അത് കോൺട്രിബ്യൂട്ട് ചെയ്യുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഒക്ടോബർ 13-ാം തീയതി ഞായറാഴ്ച അവൈലബിൾ ആണെങ്കിൽ ഞാനിവിടെ ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഇതിനിടയിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ അറിയിച്ച് ബഹുമാനപ്പെട്ട അച്ഛനും ഈ പള്ളി ഭാരവാഹികളുമായിട്ട് ഞാൻ നിങ്ങളുടെ വീടുകൾ സന്ദർശിക്കുന്നതായിരിക്കും. ഈ വീടുകൾ വരുവാനായിട്ട് എന്തെങ്കിലും മറ്റു രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായെങ്കിൽ അത് അറിയിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ അത് ചെയ്യാം. എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ബഹുമാനപ്പെട്ട അച്ഛൻ നേതൃത്വത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ച് ആലോചിച്ച് ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളുടെ പ്രിയമായ അനുഗ്രഹിക്കുമാറാകട്ടെ.